My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ കെന്റ് രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 190ാമത്തെ എപ്പിസോഡിലാണ് എത്തി നിൽക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ അലൂമൻ എന്ന അധ്യായത്തിൻ്റെ 4ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് അലൂമിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില നിരീക്ഷണങ്ങൾ, ചില വസ്തുതകൾ കെന്റ് വെളിപ്പെടുത്തുന്നുണ്ട്. ചെറിയ കല്ലിപ്പുകൾ, ചെറിയ ഗ്രോത്ത്സ്, ഇൻറ്ററേഷൻസ് ക്യാൻസറസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അലൂമിനിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ തരുന്നുണ്ട്. അതുകൂടാതെ പ്ലംബം, ആൻറ്റിടാർട്ട് തുടങ്ങിയ ഔഷധങ്ങളുമായിട്ട് അലൂമിനുള്ള ബന്ധം, വിശേഷിച്ചും പ്ലംബമായിട്ടുള്ളത്. കാരണം ഈയം കൊണ്ടുള്ള വിഷബാധ, ബ്ലഡ് പോയ്സണിങ്, അതിനുള്ള ഒന്നാമതൊരു ആൻറ്റിഡോട്ടാണ് ഈ ഒരു ഔഷധം. ഈയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വ്യവസായങ്ങളിൽ, വിശേഷിച്ചും ഈ പെയിൻറ് വ്യവസായം, അതേപോലെ ഈ റേഡിയേഷൻ സാധ്യതയുള്ള മേഖലകളിൽ ലെഡ് ഉപയോഗിച്ചുള്ള കയ്യുറകളും ചെസ്റ്റ് വെസ്റ്റുകളുമൊക്കെ പല സയൻറ്റിസ്റ്റുകൾ, സയൻറ്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജിസ്റ്റുകൾ, അറ്റോമിക് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സിൽ ജോലിക്കാരൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഈവൻ എക്സ്റേ ടെക്നീഷ്യൻസ് വരെ, ഗ്ലൗസസും മറ്റുമൊക്കെ. അപ്പോൾ അവർക്കൊക്കെ കാലക്രമേണ ഈ ലെഡിൻ്റെ പോയിസണിങ് ഉള്ളതായിട്ട് പത്രവാർത്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ, അത്തരം അവസ്ഥയിലുള്ള രോഗികളൊക്കെ നിങ്ങളുടെ തോന്നുന്ന നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന ഒരു ഔഷധങ്ങളിൽ ഒന്നാണ് അലൂമൻ. അങ്ങനെ നിരവധി കാര്യങ്ങളിവിടെ വരുന്നുണ്ട്. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. There are many neurologic pains about the head of a non-descriptive character. തലയുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ന്യൂറാൾജിക് പെയിൻസ് ഉണ്ട്. അത് വിശദീകരിക്കാൻ പ്രയാസമുള്ള പലതരത്തിലുള്ള വേദനകളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ശ്രദ്ധിക്കേണ്ടെന്ന് അർത്ഥം. ന്യൂറാൾജിക് പെയിൻസ് തലയിൽ. ദീസ് ഹെഡ് പെയിൻസ് കം ഓൺ ഇൻ ദ മോർണിംഗ് ഓൺ അവേക്കിങ്. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഒരു മൊഡാലിറ്റി. രാവിലെ ഉണർന്നു നിൽക്കുമ്പോഴാണ് ഇത്തരം തലയിലെ ന്യൂറാൾജിക് പെയിൻസ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേച്ചറിനെ കുറിച്ച് കൂടുതൽ സ്റ്റിങ്ങിങ്, ബേണിങ്, അങ്ങനെയുള്ള വിശദാംശങ്ങൾ പൊതുവേ അതിന് അർത്ഥമില്ല. ഈ അലൂമിൻ്റെ കാര്യത്തിൽ വിശേഷിച്ചു. ദ ഐ സിംറ്റംസ് ആർ ഓഫൻ ഇൻഫ്ലമേറ്ററി ഓർ കൺജസ്റ്റീവ് ക്യാരക്ടർ. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇൻഫ്ലമേറ്ററി ആണ്, നമ്മളെ ചെങ്കണ്ണം എന്നൊക്കെ പറയുന്ന അവസ്ഥയിൽ കൺജസ്റ്റീവ് അവസ്ഥകളുണ്ട്. ഇത് ടെൻഡൻസി ടു അൾസറേഷൻ, അവിടെ അൾസറേഷനോടുള്ളൊരു പ്രവണത. ഞാൻ മുൻപ് ഒരു ഔഷധത്തിൻ്റെ കാര്യത്തിൽ ബെൽഡോണയാണെന്ന് തോന്നുന്നു, കണ്ണിൽ ചെങ്കണ്ണ് വന്നിട്ട് അത് അലോപ്പതി ചികിത്സയ്ക്ക് പോയി പഴുപ്പായി, കണ്ണിന് സർജറി വേണമെന്ന് പറഞ്ഞ് വല്ലാതെ മാരകമായൊരവസ്ഥയിൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു നാട്ടുവൈദ്യൻ, രാമസാർ എന്നറിയപ്പെടുന്ന ഹോമിയോപാത്ത്, അദ്ദേഹം വളരെ വിജയകരമായിട്ട് ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ കാര്യം നാട്ടിൽ മുഴുവൻ പ്രസിദ്ധമായൊരു കാര്യമാണ്, കണ്ണിൻ്റെ അൾസറേഷൻ. അപ്പോൾ അങ്ങനെ നിരവധി ഔഷധങ്ങളിൽ കണ്ണിൻ്റെ അൾസറേഷൻ വരുന്നുണ്ട്. വളരെ ഗുരുതരം, കണ്ണിൻ്റെ കാഴ്ച പോവും, വളരെ നീണ്ട ഹോസ്പിറ്റലൈസേഷനൊക്കെ വേണമെന്ന് പറയുന്ന അവസ്ഥയിൽ ഹോമിയോപ്പതി ഉപയോഗിച്ചുകൊണ്ട് മാറ്റാൻ പറ്റും. ഈ ഞാൻ പറയുന്ന ആൾക്ക് ഏതാണ്ട് 2 ആഴ്ച മറ്റോ രാമസാറിൻ്റെ ചികിത്സയിൽ പോയിരുന്നു. അതിനുശേഷം അദ്ദേഹം സുഖപ്പെട്ടു വന്നു. അലൂമിനും ആ ഒരു ലക്ഷണം കാണിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിൽ പഴുപ്പ്, അൾസറേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഫിസിയോളജി, അനാട്ടമിയൊക്കെ പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഭയപ്പെട്ടു പോകരുത്. പിർലൻറ്റ് ഒഫ്താൽമിയ, ക്രോണിക് സോറൈസ്, ഇനി കൊട്ടേഷൻ പറഞ്ഞിരിക്കുകയാണ്. സീസ് തിങ്സ് ഡബിൾ ബൈ ക്യാൻഡിൽ ലൈറ്റ്. മെഴുകിരി വെളിച്ചത്തിൽ വസ്തുക്കളെ ഇരട്ടയായി കാണുന്നു. മെഴുകിരി വെളിച്ചം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത്, ഇന്നിപ്പം മങ്ങിയ വെളിച്ചം, കൃത്രിമ പ്രകാശം എന്ന് ചിന്തിച്ചാൽ മതി. ഇന്നത്തെ ആധുനികമായിട്ടുള്ള LED ലാമ്പുകളുടെ ഒരു പ്രകാശത്തിൽ ഈ ഒരു ഡബിൾ വിഷൻ ഉണ്ടാകുമെന്ന് അറിയില്ല. കാരണം ക്യാൻഡിൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡിം വിഷനാണ് ഉദ്ദേശിക്കുന്നത്. നേസൽ പോളിപ്പസ് ലെഫ്റ്റ് സൈഡ്, ഇടതുവശത്ത് മൂക്കിൽ ദശവളർച്ച. ലൂപ്പസ് ഓർ ക്യാൻസർ ഓൺ ദ നോസ്. ഫേസ് പെയിൽ ആസ് എ കോർപ്സ്. ലിപ്സ് ബ്ലൂ. അപ്പോൾ മൂക്കിൽ ലൂപ്പസ് അല്ലെങ്കിൽ ക്യാൻസർ, മൂക്കിലെ അർബുദം. ഫേസ് പെയിൽ ആസ് എ കോർപ്സ്, മുഖം വിളറി ഒരു ശവത്തിൻ്റെ പോലെ, രക്തം തീരെ ഇല്ലാതെ ഒരു മൃതദേഹത്തിൻ്റെ മുഖം പോലെ വിളറിയ മുഖം. ലിപ്സ് ബ്ലൂ, ചുണ്ടുകൾ നീലിച്ചത്, ശരിക്കും ഒരു മൃതമായൊരവസ്ഥ. സിറസ് ഓഫ് ദ ടങ്, നാവിലെ ഒരു സിറസ് കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചെറിയ കല്ലിപ്പുകൾ പോലെ വന്നിട്ട്
അതിൽ ക്യാൻസറസ് നേച്ചർ ഉണ്ടാകുന്നു നാവിൽ. സി വാട്ട് എ ടെൻഡൻസി ഇറ്റ് ഹാസ് ടു പ്രൊഡ്യൂസ് മൈന്യൂട്ട് ഗ്രോത്ത്സ്. ഉണ്ടോ, അത്ഭുതത്തോടെ കെൻറ്റ് പറയുകയാണ്, മൈന്യൂട്ട് ഗ്രോത്ത്, കൊച്ചു കൊച്ചു ഗ്രോത്ത്സ്, മാലിഗ്നൻറ്റ്, ഈവൻ മാലിഗ്നൻറ്റ് ഗ്രോത്ത്സ് ഉണ്ടാക്കുന്നതിൽ അലൂമിനിയനുള്ളൊരു ടെൻഡൻസി നിങ്ങൾ നോക്കുക. ഒരു അത്ഭുതത്തോടുകൂടിയാണ് കെൻറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഈ സിംറ്റംസിൽ ഇതിനുള്ള പ്രാധാന്യമാണത്. ലിറ്റിൽ ഇൻഡ്യൂറേഷൻസ് ആൻഡ് ഇൻഫിൽട്രേഷൻസ്, കൊച്ചു കൊച്ചു ഇൻഡ്യൂറേഷൻസ്, കല്ലിപ്പുകൾ, ഇൻഫിൽട്രേഷൻസ്. ബ്ലീഡിങ് ഫ്രം ദ ടീത്ത്, പല്ലുകളിൽ നിന്നും രക്തവാർച്ച. ടീത്ത് ഡീക്കേ ആൻഡ് ദ ഗംസ് റിസീഡ് ഫ്രം ദ ടീത്ത്, മോണ പല്ലിൽ നിന്ന് പിൻവാങ്ങുന്നു. പല്ലങ്ങനെ നിൽക്കുന്നു, മോണ പിൻവാങ്ങുന്നു. മോണ ഇങ്ങനെ ചുരുങ്ങി അവിടെ നിന്ന് പിൻവാങ്ങി പല്ലിൻ്റെ ആ ഒരു കടഭാഗം വെളിപ്പെടുന്നൊരു അവസ്ഥ വരുന്നു. ദ ടീത്ത് ബിക്കം ലൂസ്, എന്നിട്ട് പല്ല് ഇളകുന്നു. സ്ക്രോബ്യൂട്ടിക് അപ്പിയറൻസ് ഓഫ് ദ ഗംസ്, മോണയ്ക്ക് വിറ്റാമിൻ സിയുടെ ഒരു കുറവുണ്ട്. സ്കർവിക്കൽ കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അതാണ് സ്കോർബ്യൂട്ടിക് അപ്പിയറൻസ് പല്ലിൻ്റെ, മോണയുടെ. ഇനിയൊരു കൊട്ടേഷനാണ് ഫ്ലോറെ. മൗത്ത് ബേണിംഗ്, വായിൽ പൊള്ളൽ. അൾസറേറ്റഡ്, വ്രണങ്ങൾ. ഗ്രേ ഡേർട്ടി സ്പോഞ്ചി സ്കിൻ എബൌട്ട് ദ ടൂത്ത്സ്, വൃത്തികെട്ടൊരവസ്ഥ. ചാരനിറം പൂണ്ട വായയും മോണയും. എന്നിട്ട് പല്ലിനുമായിട്ട് ബന്ധപ്പെട്ട മോണയിലെ ത്വക്ക് സ്പോഞ്ചി ആയിട്ട് മാറുന്നു. വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ എ പ്രൗഡ് ഫ്ലഷ്. പ്രൗഡ് ഫ്ലഷ് നിങ്ങൾക്കറിയാം, ഈ ഒരു പല്ലിന് ചുറ്റും ഈ പൊറ്റ വന്നിട്ട്, ഒരു വ്രണത്തിൽ പൊറ്റ വരുന്ന പോലെ പൊറ്റ വന്നിട്ട് പൊറ്റ വർദ്ധിച്ചു വരുന്നൊരവസ്ഥ. ഡ്രൈ ടങ് ആൻഡ് ത്രോട്ട്, നാവും തൊണ്ടയൊക്കെ വരണ്ടു പോകുന്നു. ദ ഗ്രേറ്റ് തേഴ്സ്റ്റ് ഫോർ ഐസ് കോൾഡ് വാട്ടർ, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലൂമിനിൽ. വളരെ മഞ്ഞുപോലെ തണുത്ത വെള്ളത്തോട് ക്രേവിങ്. ഉവ്യുല ഇൻഫ്ലെയിംഡ് ആൻഡ് എൻലാർജ്, പ്രീഡിസ്പോസ്ഡ് ടു ടോൺസിലൈറ്റിസ്. ഇത് പ്രോറെ കൊടിയിരിക്കുകയാണ്. കുർണാവ്, ഉവ്യുല, വീക്കം വരുന്നു, അത് വലുതായിരിക്കുന്നു. ടോൺസിലൈറ്റിസ് വരാനുള്ളൊരു പ്രവണത ഈ രോഗിക്കുണ്ട്, ഒരു പ്രീഡിസ്പോസിഷൻ ഉണ്ട്. വീണ്ടും കൊട്ടേഷനാണ്. വൊമിറ്റ്സ് എവരിത്തിങ് ഹി ഹീറ്റ്സ്, തിന്നുന്നത് എന്തും ഛർദ്ദിച്ചു കളയുന്നു. ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ പുട്ട് ദ വേർഡ് അൾസർ. ഇതിനോട് ചേർത്ത്, ഈ തിന്നുന്നതെന്തും ഛർദ്ദിക്കുന്നൊരവസ്ഥയോട് ചേർത്ത് വ്രണങ്ങൾ, ഡബിൾ കൊട്ടേഷനാണ് അൾസർ. അപ്പോൾ അൾസർ കൊണ്ടാണ് ഈ ഛർദിൽ വരുന്നത്, തിന്നുന്നതെന്ന് ഛർദ്ദിക്കുന്ന അവസ്ഥ വരുന്നത് എന്നതിനെ ഇതിനോട് ചേർത്ത് വായിക്കാം. ഞാൻ കാരണം പറയാണ്, ബിക്കോസ് ഇറ്റ് എസ്പെഷ്യലി റെഫേഴ്സ് ടു ദാറ്റ് സ്റ്റേജ് ഓഫ് കഞ്ചഷൻ വെർ ദർ ഇസ് ഈസി അൾസറേഷൻ. അപ്പോൾ എളുപ്പത്തിൽ അൾസറേഷൻ, വ്രണങ്ങൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കഞ്ചസ്റ്റീവ് സ്റ്റേറ്റിനോട് ബന്ധപ്പെടുത്തിയാണ് ഈ ഛർദിലിനെ പൊതുവെ പറയുന്നത്. അണ്ടർ അബ്ഡമൻ വി ഫൈൻഡ് ഫ്ലാറ്റ്ലൻസ്. അടിവയറിൻ്റെ ആ ഒരു റുബ്രിക്കിൽ വായു വന്ന് വീർത്ത് കെട്ടലിനെ നമുക്ക് കാണാം. ദ ഇൻഡസ്ട്രീസ് ഡു നോട്ട് പെർഫോം ദെയർ വർക്ക്, ദ ടേക്ക് ഓൺ സ്പാസ്മോഡിക് ആക്ഷൻ. ചെറുകുടലിൽ അതിൻ്റെ ജോലി ചെയ്യുന്നില്ല, സ്പാസ്മോഡിക് ആക്ഷൻ, വലിച്ചു കോച്ചിലുണ്ടാകുന്നു. ആൻഡ് കോൺസിക്വൻ്റ്ലി ദ പേഷ്യൻറ്റ് സഫേഴ്സ് ഫ്രം ക്രാംസ്. തൽഫലമായി രോഗിക്ക് ക്രാംസ് ഉണ്ടാകുന്നു. ആൻഡ് കോളിക്കി പെയിൻസ്, വല്ലാത്ത പ്രയാസങ്ങളാണ് വേറുണ്ടാകുന്നത്. ബോറിംഗ് പെയിൻ, റണ്ടിങ് പെയിൻ, ടിയറിംഗ് പെയിൻ, എല്ലാത്തരം വേദനകൾ. ഇത്തരം വിശേഷങ്ങളെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകേണ്ട. ഈ ചെറുകുടലിൽ ആയിട്ട് ബന്ധപ്പെട്ട് ക്രാംസ് ഉണ്ട്, എല്ലാത്തരം വേദനയുണ്ടെന്ന് മാത്രം ഇത് മനസ്സിലാക്കുക. എൻ്റെ ജനറൽ കണ്ടീഷൻസ് എഗ്രി ചെയ്യുകയാണെങ്കിൽ ഇത്തരം പർട്ടിക്കുലേഴ്സിനെയും അലൂമിൻ ഹീൽ ചെയ്യുമെന്നർത്ഥം. റിട്രാക്ഷൻ ഓഫ് ദ അബ്ഡമൻ, അടിവയറിങ്ങനെ പിന്നാക്കം പോകുന്നു. ഈ പൊക്കിൾ കൊടിയുടെ ഭാഗം അത് ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്നു. പുറത്തേക്ക് തള്ളി വരുന്ന അവസ്ഥ പലരും കണ്ടിട്ടാണ്. ഈ ഉള്ളിലേക്ക് വലിഞ്ഞു പോകുന്ന അവസ്ഥയും അങ്ങനെ ഉണ്ടാകാം. അതും അലൂമിൻ ഹീൽ ചെയ്യും. അലൂമിൻ്റെ ജനറൽ കണ്ടീഷൻസ് ആ പേഷ്യൻറ്റിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇഫ് യു വിൽ കമ്പയർ ലെഡ് ഇൻ ഇറ്റ്സ് പോയിസണസ് എഫക്ട്സ് അപ്പോൺ ദീസ് വർക്ക് ഇൻ വൈറ്റ് ലെഡ്, യു വിൽ സീ ക്വൈറ്റ് എ കൗണ്ടർ പാർട്ട് ഓഫ് ദിസ് റെമഡി. ഇനി ഈ ഈയവുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളിൽ വൈറ്റ് ലെഡ്, വെളുത്തീയം, കറുത്തീയമല്ല, വെളുത്തീയമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ അവരിൽ കാണുന്ന വിഷബാധ, പോയിസൺസ് എഫക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ അലൂമിൻ്റെ ഒരു കൗണ്ടർ പാർട്ടിനെ കണ്ടെത്താൻ പറ്റും. അവിടെ അലൂമിൻ കാണിക്കുന്ന ലക്ഷണങ്ങളുടെ ഒരു ഏകദേശ പ്രതിഫലനം അവിടെ കാണാൻ സാധിക്കും. ആൻഡ് യു വിൽ നോട്ട് ബി സർപ്രൈസ് ടു ഒബ്സർവ് ദാറ്റ് പ്ലംബം ആൻഡ് ദിസ് റെമഡി ആൻറ്റിഡോട്ട് ഈച്ച് അതർ. അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്
പ്ലംബം ലെഡാണ്. PB നമ്മളുടെ കെമിസ്ട്രിയിലെ PB പ്ലംബവും അലൂമിനും ആൻഡ്രോട്ടിയും. കാരണം ലെഡ് പോയിസണിങ്ങിൻ്റെ ലക്ഷണങ്ങൾ അലൂമിൻ്റെ ലക്ഷണങ്ങളോട് സാമ്യമുള്ളതാണ്. They do so because they are so similar. They cannot live in the same house. അവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. ആൻഡ്രോട്ടിയും ഒന്ന് മറ്റയാളെ പുറത്താക്കി കളയും. Aluminum is a great remedy to overcome lead colic in those who work in lead. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ആമുഖത്തിൽ പറഞ്ഞ പോലെ, ഈയത്തുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങളിലും മറ്റുമൊക്കെ പ്രവർത്തിക്കുന്നവർക്കുണ്ടാകുന്ന ലെഡ് കൊണ്ടുണ്ടാകുന്ന വേദന, ലെഡ് കോളിക്, അതിനെ മറികടക്കാനുള്ള മഹത്തായൊരു ഔഷധമാണ് അലൂമിനിലുള്ളത്. They do so because they are so similar. It removes the susceptibility. ലെഡിനോടുള്ള സസെപ്റ്റിബിലിറ്റിയെ അത് മാറ്റുന്നു. അപ്പോൾ ഹോമിയോപ്പതിക്കും മെഡിസിൻസ് ഫങ്ഷൻ അങ്ങനെയാണ്. അതിനുള്ള സസെപ്റ്റിബിലിറ്റിയെ മാറ്റുകയും അതിൻ്റെ വളരെ ബേസിക് പ്രശ്നം, ഇപ്പോൾ തണുപ്പ് അടിച്ച് ഒരു രോഗിക്ക് പ്രശ്നം ഉണ്ടാകുന്നു, മറ്റു രോഗിക്ക് അതിനോട് വളരെ സന്തോഷമുണ്ട്, സുഖം ഉണ്ടാകുന്നു. ചൂടടിച്ച് ഒരു രോഗിക്ക് പ്രശ്നം ഉണ്ടാകുന്നു, വേറെ ആൾക്ക് അതുകൊണ്ട് സൗഖ്യം ഉണ്ടാകുന്നു, നല്ല സന്തോഷം ഉണ്ടാകുന്നു. പിന്നെ ബേസിക് കാരണം ആ പേഷ്യൻ്റെ സസെപ്റ്റിബിലിറ്റിയാണ്. ആ സസെപ്റ്റിബിലിറ്റിയാണ് ആ പേഷ്യൻറ്റിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു സവിശേഷത. അതിനെ മാറ്റുന്നു. ആ രോഗിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹോമിയോപ്പതി റെമഡീസിൻ്റെ പ്രവർത്തനത്തിലേക്ക് കെൻഡ് പലപ്പോഴും പലതരത്തിൽ നമുക്ക് ഉൾക്കാഴ്ചകൾ തന്നുകൊണ്ടിരിക്കും. പലതരത്തിൽ ഇവിടെ മറ്റൊരു ആംഗിളിലുള്ളൊരു ഉൾക്കാഴ്ചയാണ്. അതിനോടുള്ള സസെപ്റ്റിബിലിറ്റിയെ മാറ്റുന്നു. ലെഡ് അവിടെ ഉണ്ടാവും, ലെഡിനോട് ബന്ധപ്പെട്ട് അയാൾ വീണ്ടും പ്രവർത്തിക്കും. ഈ ലെഡ് വ്യവസായത്തിൽ, വ്യവസായത്തിൽ ഈയുമായിട്ട് ബന്ധപ്പെട്ട ജോലി നിങ്ങൾ പ്രവർത്തിച്ചുകൂടാ എന്ന് പറയുന്നില്ല. ആ സസെപ്റ്റിബിലിറ്റി എടുത്തു മാറ്റും. There are many patients who have to give up their occupation on this account. ഈ ഒരു കാരണം കൊണ്ട് ജോലി ഉപേക്ഷിക്കേണ്ടി വന്ന നിരവധി പേരുണ്ട്. ഇന്ന് അത്ര ആളുകൾ കുറവാണ്. നേരത്തെ ഈയത്തെ കൈകൊണ്ടും മറ്റുമൊക്കെ പൂശലുണ്ട്. ആനോഡൈസേഷൻ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെ പൂശൽ വളരെ പ്രചാരത്തിലാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പൂശാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ആളുകളിങ്ങനെ തലച്ചമുടായിട്ട് ഇങ്ങനെ വരുമായിരുന്നു ഗ്രാമാന്തരങ്ങളിലൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വ്യാപകമായിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെയില്ല. അത് ഇൻഡസ്ട്രിയലൈസ് ചെയ്യപ്പെട്ടു, മെക്കനൈസ് ചെയ്യപ്പെട്ടു, ആളുകൾക്ക് നേരിട്ട് ബന്ധപ്പെടേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈയത്തിൻ്റെ പോയിസണിങ് കുറവാണ്. പക്ഷേ അതേസമയം അറ്റോമിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് റേഡിയോ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട മെഡിക്കൽ എക്യുപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരിലൊക്കെ ഈ അവസ്ഥ ഉണ്ട്. Aluminum will often overcome this tendency and enable them to go back to their business. അലൂമിനിയം ആ ഒരു ടെൻഡൻസി മാറ്റിയിട്ട് അവരുടെ വ്യവസായത്തിലേക്ക്, അവരുടെ ബിസിനസ്സിലേക്ക് മടങ്ങിപ്പോകാൻ അവരെ എനേബിൾ ചെയ്യുന്നു, അവരെ പ്രാപ്തരാക്കുന്നു. കാരണം ഹോമിയോപ്പതി ഔഷധങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്? ആളുകളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ആളുകളെ പ്രാപ്തരാക്കുന്നു. ഹോമിയോപ്പതിയുടെ മഹത്വമാണത്. In the female we note weight of uterus press upon column, granulation of vagina, leucorrhea copious, emaciation, yellow compression, indurration of the uterus, even cirrus, ulcers of uterus. ഗർഭാശയ ആ ഒരു വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ഗർഭപാത്രം മുതൽ വജൈന വരെയുള്ള ആ ഒരു അവസ്ഥയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നോക്കുക. നൂറെ കൂട്ടിയിരിക്കുകയാണ്. ഗർഭപാത്രത്തിൻ്റെ ഭാരം നിമിത്തം അതിന് ഗർഭാശയ മുഖത്തെ അത് ഒന്ന് അമർത്തുന്നു. വജൈനയിൽ ഗ്രാനുലേഷൻസ് ഉണ്ടാകുന്നു. ലുക്കേറിയ വളരെ അമിതമാകുന്നു. വ്യക്തി ശോഷിക്കുന്നു. യെല്ലോ കോംപ്ലക്ഷൻ, വ്യക്തിക്കൊരു ഉയർച്ചയുണ്ടാകുന്നു, മഞ്ഞപ്പ് ഉണ്ടാകുന്നു. യൂട്രസിൽ കല്ലിപ്പുണ്ടാകുന്നു. ഈവൻ സിറസ് കണ്ടീഷൻ, ഇങ്ങനെ കുലകൾ പോലെ ഉള്ള ഫോർമേഷൻസ് ഉണ്ടാകുന്നു. ഗർഭാശയത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നു. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള സാധനം. ഗർഭപാത്രവും ഒക്കെ എടുത്തു കളയണമെന്ന് പറയും. സംടൈംസ് യു ഗെറ്റ് എവിഡൻസ് ഓഫ് ദിസ് വജൈന സ്റ്റേറ്റ് ബൈ ദ വുമൺ സെയിങ്. അപ്പോൾ ഈ വജൈനയുടെ ഒരു അവസ്ഥ, ഗർഭാശയത്തിൻ്റെ അവസ്ഥ, അതിന് തെളിവ് കിട്ടും. ആ തെളിവ് എന്താ? ആ സ്ത്രീ വന്നിട്ട് ഡോക്ടറോടൊന്ന് പറയുകയാണ്. അവിടെ നമുക്ക് അങ്ങനെയാണല്ലോ, എക്സാമിനേഷനേക്കാൾ ഉപരി പേഷ്യൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. പേഷ്യൻ്റെ അനുഭവം കൊണ്ട് പേഷ്യൻ്റ് ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഇതിപ്പോൾ സ്കാനിങ്ങും മറ്റു പല ബ്ലഡ് എക്സാമിനേഷൻസൊക്കെ ഉണ്ട്. അതില്ലാതെ തന്നെ ആ രോഗിയുടെ ഒരു വിവരണം അങ്ങനെയാണ്. The woman saying that coition is so painful that it becomes impossible. ഫിസിക്കൽ കോണ്ടാക്റ്റ് അസാധ്യമായി വരുന്നു സ്ത്രീയെ സംബന്ധിച്ചോളം. അങ്ങേറ്റം വേദനാജനകമായി വരുന്നു. കാരണം ഈ ഗ്രാനുലേഷൻസ്, അൾസറേഷൻസ് ഒക്കെ ഉണ്ടായിട്ട്
വജൈനൽ കനാല് അതിൻ്റെ വിസ്താരം കുറഞ്ഞു പോകുന്നു, എക്സ്പാൻസീവ് കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നു. അപ്പോൾ കൊഹിഷൻ വേദനാജനകമാകുന്നു. ആ സ്ത്രീ അതായിരിക്കും പറയുന്നത്. ഈ 1.5 നൂറ്റാണ്ട് മുമ്പ് കിൻഡിൻ്റെ കാലത്ത് ചിലപ്പോൾ എക്സ്റേ പോലും ഉണ്ടോയെന്ന് എനിക്ക് പ്രത്യേക ഓർമ്മയില്ല. അത്ര ഇല്ലായിരുന്ന കാലത്ത് ആ ഒരു പേഷ്യൻ്റ് പറയും, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്താണെങ്കിൽ അത്തരം ടെസ്റ്റുകളിലൂടെ മനസ്സിലാക്കാം. ഇറ്റ് ഈസ് നോട്ട് ടു ബി വണ്ടേർഡ് അറ്റ് ദാറ്റ് ദ നാച്ചുറൽ ആക്ട് കനോട്ട് ബി പെർഫോംഡ് വെൻ സോ മച്ച് ട്രബിൾ ഈസ് പ്രസൻറ്റ്. അപ്പോൾ ഇതിന് അത്ഭുതപ്പെടാനുള്ള കാരണം ഇത്തരം പ്രയാസങ്ങൾ വജൈനയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ആ ഒരു നാച്ചുറൽ ആക്ട്, മനുഷ്യൻ്റെ ഒരു സ്വാഭാവിക പ്രക്രിയ നടക്കാതെ പോകുന്നതിൽ അത്ഭുതമില്ല. വളരെ പ്രയാസപ്പെട്ടൊരു മനുഷ്യന് നാച്ചുറലായിട്ട് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ കൊഹിഷൻ നടക്കാതെ വരുന്നു എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടേറിയൊരവസ്ഥ. അത്തരം അവസ്ഥകളെ ഹോമിയോപ്പതിയിൽ നിരവധി ഔഷധങ്ങളുണ്ട്. അലൂമിൻ അവയിലൊന്നാണ്, എപ്പോഴും ഓർത്തിരിക്കുക. വിശേഷിച്ചും സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാർ, വനിതാ ഡോക്ടർമാർ, കൂടുതലും അത്തരം ഡോക്ടർമാരെ ആണ് സ്ത്രീകൾ മനസ്സുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ പറയുക. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കൂടുതൽ ശ്രദ്ധിക്കണം. വോയിസ് എൻറ്റയർലി ലോസ്റ്റ്, അതും കൊട്ടേഷനാണ്. ശബ്ദം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു പോയി. ക്രോണിക് ലോസ് ഓഫ് ദ വോയിസ് ഫ്രം എ ലോ സ്റ്റേറ്റ് ഓഫ് ദ എക്കോണമി, അയാളുടെ വൈറ്റൽ എക്കോണമിയുടെ, അയാളുടെ ജൈവ വ്യവസ്ഥയുടെ മോശമായൊരവസ്ഥ, ലോ സ്റ്റേറ്റ്, ശോഷിക്കപ്പെട്ടൊരവസ്ഥ, ക്ഷീണിതമായൊരവസ്ഥ കൊണ്ട് ക്രോണിക് ലോസ് ഓഫ് വോയിസ്, ശബ്ദിക്കാൻ പോലും പ്രയാസമായൊരവസ്ഥ. ആൻഡ് ഫ്രം ഓൾവേസ് ടേക്കിംഗ് ഫ്രഷ് കോൾസ്, ഇനി എപ്പോഴും ഒരു തണുപ്പടിച്ചാൽ ഉടനെ ആ തണുപ്പടിച്ചിട്ട് ശബ്ദം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ, ഒരു ക്രോണിക് കണ്ടീഷനാണ്. എക്സ്പെക്ടേഷൻ ഓഫ് മച്ച് യെല്ലോ മ്യൂക്കസ്, മഞ്ഞ നിറത്തിലുള്ള കഫം പുറന്തള്ളുന്നു. സ്ക്രാപ്പിംഗ് ഓഫ് ദ ത്രോട്ട് ഓൾ ദ ടൈം ടു ഗെറ്റ് റിഡ് ഓഫ് എ ലിറ്റിൽ അക്യുമുലേഷൻ ഓഫ് യെല്ലോ മ്യൂക്കസ്. ഒരു മഞ്ഞ കഫം തൊണ്ടയിൽ വന്നിട്ട് ചെറുതായിട്ടൊന്ന് അക്യുമുലേറ്റ് ചെയ്യാൻ മതി, അത് പുറന്തള്ളാൻ വേണ്ടി വല്ലാതെ സ്ക്രാപ്പ് ചെയ്യണം. കാറി അതിനെ പുറന്തള്ളേണ്ടി വരും. മച്ച് സ്ക്രാപ്പിംഗ്. ഈ കൊട്ടേഷനാണ്. ഡ്രൈ കോഫ് ഇൻ ഈവനിങ് ആഫ്റ്റർ ലൈങ് ഡൗൺ, രാത്രി സന്ധ്യക്ക് കിടന്ന ശേഷം ഒരു വരണ്ട ചുമ വരുന്നു. ക്രോണിക് മോർണിംഗ് കഫ്, വല്ലാത്ത ക്രോണിക്കായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന പ്രഭാതത്തിലുള്ള ചുമ. ഇത് ട്യൂബർക്കുലോസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മളിതിനെ രക്തം പരിശോധിച്ചോ എക്സ്റേ എടുത്തോ ട്യൂബർക്കുലോസിസ് ആണ്, ക്ഷയമാണെന്ന് ബ്രാൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. രോഗിയുടെ ലക്ഷണങ്ങൾ വിശദമായിട്ട് പഠിച്ച് ആ ടെൻഡൻസി മനസ്സിലാക്കിയാൽ ഉചിതമായ ഔഷധങ്ങൾ കൊടുക്കാൻ പറ്റും. അലൂമിനും ആ കൂട്ടത്തിൽ വരും. കോഫി ഈസ് നോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് റെമഡി. ചുമ എന്ന് പറയുന്നത് ഇതിൽ വലിയ പ്രധാനപ്പെട്ട, ഈ മരുന്നിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 2 തരത്തിൽ ഇതിനെ കാണാം. ചുമ എന്ന് പറയുന്നത് പർട്ടിക്കുലർ സിംറ്റമാണ്, അത് പൊതുവെ അത്ര പ്രധാനപ്പെട്ടതല്ല. ഇനി ചുമ വലിയൊരു പ്രശ്നമായിട്ട് വരുന്ന പ്രശ്നം, ചുമ തന്നെ അയാളുടെ ഒരു സിംഗുലർ പ്രശ്നമായിട്ട് വരുന്നത് ഒരവസ്ഥ. അത്തരം അവസ്ഥകളെ കവർ ചെയ്യുന്ന ഔഷധങ്ങൾ വേറെയുണ്ട്, അലൂമിൻ അതിൽ വരില്ല. പക്ഷേ ചുമ, ഈ കിടക്കാനേരത്തുള്ള ചുമ, പ്രഭാതത്തിലെ ചുമ എന്നുള്ളത് അലൂമിനിൽ വരും. ഇറ്റ് ഈസ് ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് ദ എക്കോണമി ദാറ്റ് ഈസ് ടു ബി ലുക്ക്ഡ് അറ്റ്. അടുത്ത നിരീക്ഷണമാണ്. ചുമയല്ല, ആ പേഷ്യൻറ്റിൻ്റെ ജനറൽ എക്കോണമിയാണ് നിങ്ങൾ നിരീക്ഷിക്കേണ്ടത്. ഇനി അടുത്ത വരിയിൽ കൂടുതൽ ആഴമേറിയൊരു നിരീക്ഷണം കണ്ടു പറയുകയാണ്. ഇതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ദ കോഫ് വിൽ നോട്ട് ഇന്റർപ്രറ്റ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് ടു ദ ഫിസീഷ്യൻ. ഒരു ഫിസീഷ്യനെ സംബന്ധിച്ചോളം അയാളുടെ ഡിസീസിൻ്റെ, അയാളുടെ രോഗാവസ്ഥയുടെ സ്വഭാവത്തെ അയാളുടെ ചുമ ചൂണ്ടിക്കാണിക്കുന്നില്ല. കണ്ടോ, അവിടെ ചുമ എന്നുള്ള സ്ഥാനത്ത് ഏത് പർട്ടിക്കുലർ സിംറ്റവും നിങ്ങൾക്ക് എടുത്ത് വെക്കാം. ഒരു പർട്ടിക്കുലർ സിംറ്റവും ചില എക്സെപ്ഷണൽ കേസുകളിൽ ഒഴികെ ആ രോഗിയുടെ പൊതു അവസ്ഥയുടെ, പൊതു രോഗാവസ്ഥയെ, അയാളുടെ മാലഡിയെ ഡിസ്ക്രൈബ് ചെയ്യുന്നതല്ല. അത് അടിവരായിട്ട് മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ കാരണം പറയാം. ബിക്കോസ് വെൻ ദീസ് ലിറ്റിൽ അൾസേഴ്സ് ആർ പ്രസൻറ്റ് ദേ മസ്റ്റ് കോസ് സം കൈൻഡ് ഓഫ് എ കോഫ്. കാരണം അലൂമിൻ്റെ കാര്യത്തിൽ കൊച്ചു കൊച്ചു അൾസേഴ്സ് ഈ തൊണ്ടയ്ക്കും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഒരു ചുമ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. ദിസ് പേഷ്യൻ മേ ഗോ ഇൻ ടു തൈസിസ് ഓർ ടു ബി അഫക്റ്റഡ് വിത്ത് എനി ഓഫ് ദ അൾട്ടിമേറ്റ്സ് ഓഫ് ദ ഡിസീസ്. ഇനി അടുത്ത നിരീക്ഷണമാണ്. ഈ ഒരു രോഗി ക്ഷയരോഗം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാം, അല്ലെങ്കിൽ എനി ഓഫ് ദ അൾട്ടിമേറ്റ്സ് ഓഫ് ദ ഡിസീസ്, രോഗാവസ്ഥയുടെ അൾട്ടിമേറ്റ്, രോഗാവസ്ഥയുടെ ഒരു അന്തിമാവസ്ഥ അർബുദമാകാം, ക്ഷയരമാകാം, നമ്മുടെ എയ്ഡ്സ് എന്നോ മറ്റൊക്കെ പറയുന്ന പ്രശ്നങ്ങളാകാം. അത് ഒരു
രോഗമല്ല, രോഗാവസ്ഥയല്ല, രോഗാവസ്ഥയുടെ ഫലമാണ്. അപ്പോൾ ഏത് അവസ്ഥയിലേക്കും പോകാം. ഈ ബേസിക് മാലഡി അതിന് ഉചിതമായ ഔഷധം ഉപയോഗിച്ച് ഹീൽ ചെയ്തില്ലെങ്കിൽ ആ രോഗാവസ്ഥ ഏത് അൾട്ടിമേറ്റിലേക്കും പോകാം. അത് ക്ഷയമാകാം, ക്യാൻസറാകാം, എയ്ഡ്സ് ആകാം, എന്തുമാകാം. ഈ ഒരു ഉൾക്കാഴ്ചയെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ട് കെൻറ്റിൻ്റെ ലെസർ റൈറ്റിങ്സിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് നമുക്ക് ഈ ഒരു പുസ്തകം പൂർത്തിയാക്കിയ ശേഷം ലെസർ റൈറ്റിങ്സിലെ ചില അധ്യായങ്ങൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ വീഡിയോ ഫോർമാറ്റിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. Alumin has been very useful in the treatment of old people who suffer from copious, ropey morning expectoration, catarrh of the chest, hemoptysis, and greater weakness of the chest, so that it is difficult to expel the mucus. അപ്പോൾ പ്രായമേറിയ ആളുകളിൽ ഈ വല്ലാതെ ഇങ്ങനെ റോപ്പി മോർണിംഗ് എക്സ്പെക്ടറേഷൻ, രാവിലെ ഇങ്ങനെ ചുമച്ച് ഇങ്ങനെ കഫം ഇങ്ങനെ റോപ്പി ഇങ്ങനെ നൂല് പോലെ വലിച്ചാൽ നീളുന്ന പോലെ വല്ലാത്ത ആ ഒരു എക്സ്പെക്ടറേഷൻ വരുന്ന പ്രായമായ ആളുകളിൽ നെഞ്ചിലെ കാറ്ററൽ കണ്ടീഷൻ, ഹീമോറ്റൈസിസ്, ചോര തുപ്പൽ, ചോര കലർന്ന കഫം തുപ്പൽ, നെഞ്ചിന് വല്ലാത്ത ക്ഷീണം, അങ്ങനെ നെഞ്ചിൽ ക്ഷീണം വരുമ്പോൾ എന്താ പറ്റുക, നമുക്ക് ആയാസപ്പെട്ട് ഈ നെഞ്ചിലെ കഫത്തെ എക്സ്പെൽ ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ അലൂമിൻ വളരെയധികം യൂസ്ഫുള്ളാണ്. ഒരു ക്ഷയരോഗിയുടെ ഒരു അവസ്ഥയ്ക്കാണ് ഈ പറയുന്നത്. ഇൻ ദിസ് ഇറ്റ് ഈസ് സിമിലർ ടു ആൻറ്റിമോണിയം ടാർട്ടാറിക്കം. ഈ അവസ്ഥയിൽ ആൻറ്റി ടാർട്ടുമായിട്ട് ഇതിന് സമാനതയുണ്ട്. ബിക്കോസ് ഓഫ് ഹിസ് റിലേഷൻ ടു അലൂമിന, ഫർദർ പ്രൂവിങ്സ് വിൽ അൺഡൗട്ട്ലി ഡെവലപ്പ് ദാറ്റ് ഫാക്ട് ദാറ്റ് ഇറ്റ് ഹാസ് മെനി സ്പൈനൽ സിംറ്റംസ്. അപ്പോൾ ഈ അലൂമിനെ കുറിച്ച് നേരത്തെ പറഞ്ഞത് അത്ര വെൽ പ്രൂവൺ മെഡിസിൻ അല്ല, പക്ഷേ ഈ കാണാത്ത പല ലക്ഷണങ്ങളും നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിലൂടെയും ഇതേപോലെ സിമിലർ ആയിട്ടുള്ള ഔഷധങ്ങളുടെ സിംറ്റംസിലൂടെയും നമുക്ക് എന്താ പറയുക ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റും. അലൂമിനിയുമായിട്ടുള്ള അലൂമിൻ്റെ ആ ഒരു ബന്ധം വെച്ച് നോക്കുമ്പോൾ അലൂമിനും ചില സ്പൈനൽ സിംറ്റംസ് ഉണ്ടാകാം എന്നുള്ള യാഥാർത്ഥ്യം, ഉണ്ടെന്ന യാഥാർത്ഥ്യം നമുക്ക് സംശയാതീതമായി നമുക്ക് മനസ്സിലാക്കാമെന്നാണ് എൻ്റെ പറയുന്നത്. നമുക്ക് ഇതിന് ശേഷം അലൂമിന നമുക്ക് എടുക്കാം. അലൂമിന എടുക്കുമ്പോഴേക്കും അലൂമിൻ്റെ ഈ കാണപ്പെടാത്ത ലക്ഷണങ്ങളെക്കുറിച്ചുള്ള ചില വെളിപ്പെടുത്തലുകൾ ലഭിക്കും. ഇറ്റ് ഈസ് വെൽ നോൺ ദാറ്റ് ഇറ്റ് ഹാസ് എ വീക്ക് സ്പൈൻ. ഇതൊരു വീക്ക് സ്പൈൻ, വളരെ ക്ഷീണമായ ഒരു നട്ടെല്ലാം ഉള്ളതെന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആണ്. വിത്ത് കോൾഡ്നെസ് ഓഫ് ദ സ്പൈൻ, സ്പൈനിൽ ഒരു തണുത്ത ഫീല്, എ ഫീൽ ആസ് ഇഫ് കോൾഡ് വാട്ടർ വെയർ പോർ ഡൗൺ ദ ബാക്ക്. മുതുകിലൂടെ തണുത്ത വെള്ളം ഒഴിച്ചാലെന്ന പോലെ ഒരു തണുത്ത ഫീല് ഈ അലൂമിൻ പേഷ്യൻറ്റിൻ്റെ നട്ടെല്ലിലുണ്ട്. അത് അലൂമിനയിൽ ഉള്ളതിൻ്റെ ആ ഒരു ഫാക്ട് വെച്ചുകൊണ്ട് നമുക്ക് അതിനെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. പെയിൻ ഇൻ ദ ഡോർസൽ സ്പൈൻ ഓൺ എ ലൈൻ വിത്ത് ഓഫ് ഇൻഫീരിയർ ആംഗിൾ ഓഫ് ദ സ്കാപ്പുലെ. അപ്പോൾ ഈ തോളിൻ്റെ പിൻഭാഗം ആ ഒരു ബ്ലേഡ് സ്കാപ്പുലയുടെ ആംഗിൾ, ഉള്ളിലെ ഒരു ആംഗിളിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ഡോർസൽ സ്പൈനിൻ്റെ വേദന, ആ നട്ടിലിൻ്റെ ആ ഭാഗത്തുള്ളൊരു വേദന, വീക്ക്നെസ് ഇൻ ദിസ് റീജിയൻ, ആ ഭാഗത്തുള്ളൊരു ക്ഷീണം, ആൻഡ് ഇൻ ദ ഷോൾഡേഴ്സ്, ഭുജങ്ങളിൽ തോളുകളിലുള്ള ക്ഷീണാവസ്ഥ. ലൈക്ക് അലൂമിന ഇറ്റ് ഹാസ് ദ സെൻസേഷൻ ഓഫ് കോൺസ്ട്രിക്ഷൻ. അലൂമിന പോലെ തന്നെ അലൂമിനിലും ആ ഒരു കോൺസ്ട്രിക്ഷൻ്റെതായിട്ടുള്ള ഇടുങ്ങിപ്പോയതിൻ്റെതായിട്ടുള്ള തരത്തിലുള്ളൊരു അനുഭവം. ആസ് ഓഫ് എ കോഡ് ഓഫ് ബാൻഡ് അറൗണ്ട് ദ ലിംസിൽ കയ്യിലും കാലുകളിലൊക്കെ ഒരു കോഡ്, ചരട് വലിച്ചു കെട്ടിയ പോലുള്ള ഒരു അനുഭവം. അത് അലൂമിനായിലും ഉണ്ട്, അലൂമിനിലും ഉണ്ട്. ഫീലിംഗ് ആസ് ഇഫ് എ കോഡ് വെയർ ഡ്രോൺ ടൈറ്റ്ലി അറൗണ്ട് ദ അപ്പർ ആം. കൈയുടെ മേൽഭാഗത്ത് ഒരു ചരട് വലിച്ചു കെട്ടിയ പോലുള്ള അനുഭവം ഉണ്ടോ? ചില രോഗികൾ ഇങ്ങനെ കൃത്യമായിട്ട് പറയും ഇതൊക്കെ. ദ ക്ലംസിനെസ് ഓഫ് ദ ഫിംഗേഴ്സ്, വിരലുകളുടെ ഒരു ക്ലംസി ഫീലിംഗ്, അത് നിവർത്താനും മറ്റുമൊക്കെ ഉള്ള പ്രയാസം. ആസ് സീൻ ഈസ് ഡ്രോപ്പിംഗ് തിങ്സ്, ക്ഷീണിതമായിട്ടുള്ള അവസ്ഥ വിരലുകൾക്കുണ്ടാകുന്നതുകൊണ്ട് കയ്യിൽ നിന്ന് സാധനങ്ങൾ താഴെ വീണു പോകുന്നു. ദ പെയിൻ ഇൻ ദ ലോവർ ലിംസ് അറ്റ് നൈറ്റ്, രാത്രിയിൽ ലോവർ ലിംസിൽ വേദന. ദ ലാസിറ്റ്യൂഡ്സ് ആൻഡ് നംബിനെസ്, ആയൊരു തളർന്ന് ക്ഷീണിതാവസ്ഥ, മരവിച്ച അവസ്ഥ. ആർ അതർ മാനിഫെസ്റ്റേഷൻ ഓഫ് സ്പൈനൽ സിംറ്റംസ്. ഈ സ്പൈനൽ സിംറ്റംസിന് മറ്റ് മാനിഫെസ്റ്റേഷൻസ് ആണ്. നട്ടലിൽ മാത്രമല്ല, വിരലുകളിലുണ്ട്. വസ്തുക്കൾ ബലത്തിൽ പിടിക്കാൻ പറ്റാതെ സാധനങ്ങൾ താഴെ വീഴുന്നു,
ലോവർ ലിംസിൽ കാലുകളിലും മറ്റുമൊക്കെ ക്ഷീണാവസ്ഥ ഉണ്ടാകുന്നു, ഒരു തളർന്ന അവസ്ഥ, മരവിച്ച അവസ്ഥ ഉണ്ടാകുന്നു. ഇതൊക്കെ ഈ സ്പൈനൽ സിംറ്റംസിൻ്റെ പലതരം മാനിഫെസ്റ്റേഷൻസ് ആണ്. സെൻസേഷൻ ആസ് ഓഫ് എ കോഡ് അറൗണ്ട് ദ ലെഗ് അണ്ടർ ദ നീ, മുട്ടിന് കീഴെ കാലിൽ ഒരു ചരട് കെട്ടിയതുപോലെ. അപ്പോൾ ലിംസിൽ എല്ലാത്തിലും ഈ ഒരു ഫീലുണ്ട്. സോൾ സെൻസിറ്റീവ് ടു പ്രഷർ ഓൺ വാക്കിംഗ്, നടക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിനോട് ഈ സോൾസ് വളരെ സെൻസിറ്റീവാണ്. ഫീറ്റ് നംബ് ആൻഡ് കോൾഡ്, കാൽപാദങ്ങൾ മരവിച്ച് തണുത്തിരിക്കും. ഓൾദോ വാംലി കവേർഡ്, ഷൂസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നന്നായിട്ട് മൂടിയാലും കാലുകൾ വല്ലാതൊരു മരവിച്ച് തണുത്തൊരവസ്ഥ. ലെഗ്സ് കോൾഡ് നീസ്, കാൽമുട്ട് വരെ തണുത്തിരിക്കുന്നു. ദീസ് ആർ ഓൾ ഫർദർ എവിഡൻസ് ഓഫ് ദ ആക്ഷൻ ഓഫ് ദ റെമഡി ഓൺ ദ സ്പൈനൽ കോഡ്. ഇതെല്ലാം ഈ മരുന്നിന് അലൂമിന് സുഷുമ്നാ നാഡിയിലുള്ള പ്രവർത്തനത്തിൻ്റെ, അതിലെ ആക്ഷൻ്റെ തെളിവുകളാണ്. ബ്രൂസ്ഡ് പെയിൻ ഇൻ ഓൾ ദ ലിംസ്, എല്ലാ ലിംസിലും വേദനാജനകമായിട്ടുള്ള ഒരവസ്ഥ. ക്രോളിംഗ്, ടിംഗ്ലിംഗ് പാരലിസിസ് ഓഫ് ഓൾ ലിംസ്, എല്ലാ കൈകാലുകളിലൊക്കെ ഇങ്ങനെ മരവിച്ചിട്ട് എന്തോ ഇഴഞ്ഞു നടക്കുന്ന പോലെ, സൂചിക്കിനെ കുത്തുന്നത് പോലെ, ഇക്കിളി കൂട്ടുന്ന പോലുള്ളൊരു പാരാലിറ്റിക് ഫീലിംഗ്, കാലൊക്കെ മരവിച്ചുണ്ടാകുന്ന പോലെ. ഹീസ് കെപ്റ്റ് അവേക്ക് അറ്റ് നൈറ്റ് ബൈ എ സെൻസേഷൻ ആസ് ഓഫ് ബ്ലഡ് റഷ് ത്രൂ ദ ബോഡി. രാത്രിയിൽ ഇങ്ങനെ ഈ രക്തം ഇങ്ങനെ ശരീരം മുഴുവൻ ഇങ്ങനെ ഇരച്ചു കയറുന്ന പോലുള്ളൊരു അനുഭവം ഉണ്ടായിട്ട് രാത്രിയിൽ അയാൾക്ക് ഉറക്കം വരുന്നില്ല, ഉറന്നിരിക്കുന്നു. മെനി കംപ്ലൈൻസ് കം ഓൺ ഡ്യൂറിങ് സ്ലീപ്പ്, നിരവധി ലക്ഷണങ്ങൾ, പ്രശ്നങ്ങൾ ഉറക്കത്തിലാണ് വരുന്നത്. നൈറ്റ് മെയർ, രാത്രി ദുസ്വപ്നം ഉണ്ടാകുന്നു. ഈ സെൻസിറ്റീവ് ടു വെതർ ചേഞ്ചസ് ആൻഡ് വെരി സെൻസിറ്റീവ് ടു കോൾഡ്, കാലാവസ്ഥാ മാറ്റങ്ങളോട് ഇയാൾക്ക് അലൂമിൻ രോഗി വളരെ സെൻസിറ്റീവാണ്. തണുപ്പിനോടുള്ള കാര്യത്തിൽ പറയുകയേ വേണ്ട. വളരെ വിലപ്പെട്ട, വളരെ ശ്രദ്ധേയമായ നിരവധി ലക്ഷണങ്ങൾ നമുക്ക് ഈ അലൂമിനിൽ നിന്ന് കിട്ടി. നമുക്ക് നിരവധി പ്രധാനപ്പെട്ട രോഗാവസ്ഥകളിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പ്ലംബവുമായിട്ടും അലൂമിനിയമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട്, ആൻറ്റിടാർട്ടുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ പറ്റും. നിരവധി രോഗാവസ്ഥകളിൽ, ക്യാൻസർ അവസ്ഥകളിൽ, പാരലിറ്റിക്കൽ കണ്ടീഷനിൽ ഒക്കെ ഇതിന് വളരെ നല്ല ഉപയോഗമുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് അലൂമിന എന്നതിന് തുടർച്ചയായിട്ട് വരുന്ന അധ്യായമാണ്. സമാനമായിട്ടുള്ള ഔഷധമാണ്, നമുക്ക് പരിഗണിക്കാം. നമ്മൾ ഈ പരമ്പര ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനെക്കുറിച്ച് കേട്ടില്ലാത്തവരെ നിങ്ങൾ പരിചയപ്പെടുത്തുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.